ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ട്രഗിൾസ് അത് വൈകാതെ അവസാനിക്കുന്നതാണ്. ഓക്കെ, അതിനൊരുപാട് കാലം വേണ്ടി വരില്ല. കാരണം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എനർജി മെയിൻലി എയർ എനർജിയാണ്. അപ്പോൾ കുറച്ച് നാള്, വളരെ കുറച്ച് നാൾ, മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടി വരില്ല. വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന്, ഈ ഒരു സ്ട്രഗിളിങ് പീരീഡിന് ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതിനും അതിനോട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നതിനും ആദ്യമേ നിങ്ങൾക്കൊരു ക്ഷമ വേണം. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കണം. അതിനോടൊപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച മുഹൂർത്തങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അതിനെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കണം. ഓക്കെ, അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഈ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ, ഈ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ, വിഷമമുണ്ടാക്കിയ കാലഘട്ടത്തിലെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു എനർജി പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഈ നിമിഷം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, അതിനൊക്കെ റിലീസ് ചെയ്യുക. അതിന് കാരണക്കാരായവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുക. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകൾ, ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടാക്കിയുള്ള മുറിവുകൾ, അതെല്ലാം ഹീൽ ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അടുത്ത അധ്യായം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ എനർജറ്റിക്കലി അലൈൻഡ് ആകുകയും നിങ്ങൾക്ക് അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അത് ഒരുപാട് ബാലൻസും ഹാർമോണിയസുമായിട്ടുള്ള വളരെ സ്വസ്ഥമായ, വളരെ സമാധാനം നിറഞ്ഞൊരു സമയമായിട്ടാണ് കാണുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്തേ മതിയാവൂ. ഓക്കെ, പിന്നെ അവസാനിച്ചതാണെന്ന് തന്നെ മനസ്സിലാക്കുക. അതിന് ഇനിയൊരു തുടക്കം, അതിൽ ഇനിയൊരു റീകൺസിലിയേഷൻ ഉണ്ടാകില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അത് അവസാനിച്ചതാണ്. അതിനോട് എന്നേക്കുമായിട്ട് നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞേ മതിയാവൂ.